സ്ക്രൂ ഡ്രൈവറിനുള്ളിലും പ്ലാസ്റ്റിക് പൂവിനുള്ളിലുമായി കടത്തിയത് 61 ലക്ഷം രൂപ വില വരുന്ന സ്വർണം. കൊച്ചി വിമാനത്താവളം വഴി അനധികൃത സ്വർണം കടത്താൻ ശ്രമിച്ച കേസിൽ യുവതി പിടിയിലായതോടെയാണ് പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന സ്വർണ്ണ കടത്തലിന്റെ രീതികൾ. കുവൈറ്റിൽ നിന്ന് കൊച്ചിയിലെത്തിയ മുബീനയാണ് ഇക്കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കസ്റ്റംസിന്റെ പിടിയിലായത്. കർണാടകയിലെ ബാംഗ്ലൂർ സ്വദേശിനിയാണ് മുബീന. 61 ലക്ഷം രൂപ വില വരുന്ന സ്വർണമാണ് ഇവർ വിമാനത്താവളത്തിലൂടെ കടത്തിക്കൊണ്ടുവരാൻ ശ്രമം നടത്തിയത്. പതിവായി കണ്ടുവരുന്ന രീതിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് മുബീനയുടെ സ്വർണം കടത്തൽ. സ്ക്രൂ ഡ്രൈവറിനുള്ളിലും പ്ലാസ്റ്റിക് പൂവിനുള്ളിലുമായി രൂപമാറ്റം വരുത്തി ഒളിപ്പിച്ച നിലയിലായിരുന്നു സ്വർണം. വയറുകളുടെയും കമ്പികളുടെയും രൂപത്തിലേക്ക് മാറ്റിയതിന് പിന്നാലെയാണ് സ്വർണം കടത്താൻ ശ്രമിച്ചത്. സ്വർണമാണെന്ന് എളുപ്പത്തിലൊന്നും ആർക്കും തിരിച്ചറിയാൻ കഴിയില്ല. കാരണം വയറുകളിലും കമ്പികളിലുമൊക്കെ സ്റ്റീൽ നിറത്തിലുള്ള പെയിന്റ് അടിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പുറത്ത് പ്ലാസ്റ്റിക് കൊണ്ട് മൂടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പിടിക്കപ്പെടില്ല എന്ന് തന്നെയാണ് യുവതി കരുതിയത്. മാത്രമല്ല, കുവൈറ്റിൽ നിന്ന് കൊച്ചിയിലെത്തിയ വിമാനത്തിലെ യാത്രക്കാരിയായിരുന്നു പിടിയിലായ മുബീന. സ്ക്രൂ ഡ്രൈവറിന്റെ പിടിയുടെ അകത്ത് അതിവിദഗ്ധമായിട്ടാണ് സ്വർണം ഒളിപ്പിച്ചത്. കസ്റ്റംസ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് പിന്നാലെ ചോദ്യം ചെയ്തിരുന്നു. സ്വർണ്ണക്കടത്തിന് സഹായിച്ചവരിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുമെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അതേസമയം വിമാനത്താവളം വഴി സ്വർണം കടത്തുന്നതിന് നൂതന വഴികളാണ് ഇപ്പോൾ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ തേടുന്നത്. ചോക്ലേറ്റ് കവറിന്റെ രൂപത്തിലും പാൻസിൽ പെയിന്റ് അടിച്ചതുപോലെ തേച്ചതുമായ സ്വർണം കണ്ണൂർ വിമാനത്താവളത്തിൽ പിടിച്ചിരുന്നു. എളുപ്പം പിടിക്കാതിരിക്കാൻ ഓരോ തവണയും പുതിയ രീതികളാണ് സ്വർണ്ണക്കടത്തുകാർ പരീക്ഷിക്കുന്നത്. ഈ സംഭവത്തിലൊക്കെ തന്നെ കസ്റ്റംസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. അതേസമയം ചുരിദാറിലും ജീൻസിലും തുടങ്ങി തലമുടിയിലും മലദ്വാരത്തിലും വരെ ഒളിപ്പിച്ച് സ്വർണം കടത്തുകയാണ് മാഫിയ സംഘങ്ങൾ. സ്വർണം കടത്താൻ നവീനമായ രീതിയൊക്കെയാണ് ഇവർ പരീക്ഷിക്കുന്നത്. മാത്രമല്ല, വസ്ത്രം തന്നെ സ്വർണ്ണമാക്കിയും പുതിയതായി കടത്തലുണ്ടായി. കണ്ടാൽ തന്നെ പാൻറ്റും ഷർട്ടും തൊട്ടു നോക്കിയാലോ പിടിച്ചു നോക്കിയാലോ ഇതൊന്നും കണ്ടെത്താനാകില്ല. മെറ്റൽ ഡിറ്റക്ടറിന് പോലും കണ്ടെത്താനാകാത്ത വിധം സ്വർണ്ണ മിശ്രിതം വസ്ത്രത്തിന് പെയിന്റ് രൂപത്തിൽ തേച്ച് പിടിപ്പിച്ചാണ് പുതിയ രീതി. സ്വർണ്ണക്കടത്തുകാരുടെ പുതുതന്ത്രം പുറത്തായതോടെ ഇക്കഴിഞ്ഞ നാളിൽ പിടികൂടിയ കരിയറുടെ വസ്ത്രം കത്തിച്ചപ്പോൾ കിട്ടിയത് അരക്കോടി വിലമതിക്കുന്ന സ്വർണ്ണമാണ്. ദുബായ് ഇൻഡിഗോ വിമാനയാത്രക്കാരെ കണ്ണൂർ സ്വദേശിയാണ് ഇത്തരത്തിൽ 1 കോടിയോളം വില വരുന്ന സ്വർണം കടത്തിയത്. അതായത് അജ്നാസ് എന്ന പേരുള്ള വ്യക്തി സ്വർണ്ണ വസ്ത്രം ധരിച്ച് വിമാനത്താവളത്തിലെത്തി. വസ്ത്രത്തിനകത്ത് സ്വർണം ഒളിപ്പിച്ചത് കാരിയർക്ക് പോലും അറിഞ്ഞിരുന്നില്ല. സ്വർണ്ണക്കടത്ത് സംഘം സ്വർണ്ണ വസ്ത്രം കാരിയർക്ക് എത്തിച്ചു കൊടുത്തു. ഇത് ധരിച്ച് ഇവർ നാട്ടിലെത്തുകയായിരുന്നു. അതായത് ഈ സംഘം തന്നെ നേരത്തെ സ്വർണം കടത്തിയിട്ടുണ്ട് എന്ന വിവരങ്ങളും പുറത്തുവരികയാണ്. കസ്റ്റംസിന് കടത്ത് രഹസ്യം ചോർന്ന് കിട്ടിയതോടെ നടത്തിയ പരിശോധനയിലാണ് അജ്നാസ് പിടിയിലാകുന്നത്. അതുമാത്രമല്ല, വസ്ത്രം ഊരി വാങ്ങി സ്കാൻ ചെയ്തപ്പോൾ പച്ച നിറത്തിൽ സ്വർണ്ണ സാന്നിധ്യം കണ്ടെത്തുകയും സ്വർണ്ണ മിശ്രിതം വേർതിരിക്കാൻ പിന്നീട് വസ്ത്രം കത്തിക്കുകയും ചെയ്തു. ഇതിൽ നിന്ന് 650 ഗ്രാം സ്വർണം വേർതിരിച്ചെടുത്തു. നേരത്തെ തന്നെ പ്രത്യേകം തയ്യാറാക്കിയ പാന്റിന്റെ അടിഭാഗത്തും അരഭാഗത്തും ബെൽറ്റ് രൂപത്തിലും മറ്റുമായി സ്വർണം കടത്തിയിരുന്നു. ഇതെല്ലാം പിടിക്കപ്പെടുമ്പോഴാണ് പുതിയ രീതി ആവിഷ്കരിച്ചത്. ഇനി സ്വർണ്ണക്കടത്ത് ഇത്രയധികം വ്യാപകമാകാൻ കാരണം 24 കാരറ്റ് പരിശുദ്ധിയുള്ള സ്വർണം ടാക്സ് അടയ്ക്കാതെ ഇറക്കുമതി ചെയ്യാൻ അനുവാദമില്ല എന്നതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചില യാത്രക്കാർ 24 കാരറ്റ് സ്വർണം സ്വർണ്ണാഭരണങ്ങളായി ദേഹത്ത് ധരിക്കും. ചെറിയ കളിപ്പാട്ടങ്ങൾ, ട്രോളി ബാഗുകളുടെ ചില ഭാഗങ്ങൾ, പ്രസ് ബട്ടണായ മൊബൈൽ ഫോൺ, ബാറ്ററികൾക്ക് പകരമൊക്കെ സ്വർണം കടത്തുന്നതാണ് മറ്റു രീതികൾ. മറ്റു ചിലരാകട്ടെ വസ്ത്രത്തിനുള്ളിൽ പോക്കറ്റ് ഉണ്ടാക്കിയും സ്വർണം കടത്തുന്നു. അതായത് 2 തരത്തിലുള്ള യാത്രക്കാരാണ് സ്വർണ്ണക്കടത്തിൽ ഉൾപ്പെടാറുള്ളത്. ഒന്ന്, ഡ്യൂട്ടി ഒഴിവാക്കി നിശ്ചിത പരിധിയിൽ കൂടുതൽ സ്വർണ്ണങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവരാണ് ആദ്യ വിഭാഗം. കസ്റ്റംസിന്റെ കണ്ണിൽപ്പെടാതെ വിമാനത്താവളത്തിൽ നിന്ന് പുറത്ത് സ്വർണം എത്തിക്കുക എന്നതാണ് ഇവരുടെ ഉദ്ദേശം. അതായത് ഇവർ ശരീരത്തിൽ ധരിച്ചോ അല്ലെങ്കിൽ ലഗേജുകളിലാക്കിയോ ആണ് സ്വർണം കടത്താറുള്ളത്. വലിയ സ്വർണ്ണക്കടത്ത് സംഘങ്ങളാണ് 2ാം വിഭാഗത്തിലുള്ളത്. പലപ്പോഴും ശരീരത്തിനുള്ളിൽ സ്വർണം ഒളിപ്പിച്ച് കടത്തുന്നതാണ് ഇവരുടെ രീതി. സ്വർണം പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ് ഗുളികളുടെ രൂപത്തിലാക്കി മലാശയത്തിലോ ഒളിപ്പിച്ചെന്ന് ഇവർ കടത്തുന്നു. ചില സമയത്ത് വിമാനത്താവളത്തിലെ ജോലിക്കാരുടെ ഒത്താശയോടെ ഇവർ സ്വർണം കടത്താറുണ്ട്. കസ്റ്റംസ് അറിയാതെ സ്വർണം വിമാനത്താവളത്തിൽ പുറത്തെത്തിക്കാൻ ഇവർ കള്ളക്കടത്തുകാരെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അതായത് തങ്ങൾ വാഹകരാണ് എന്നറിയാതെ കള്ളക്കടത്തുകാരുടെ സ്വർണം കടത്തുന്ന ചില ആളുകളും ഇക്കൂട്ടത്തിലുണ്ട്. ഇത്തരക്കാരുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ അറിയാവുന്ന ഏതെങ്കിലും വ്യക്തികളോ ഒക്കെ ആയിരിക്കും സ്വർണ്ണം അടങ്ങിയ വസ്തുക്കൾ ഇത്തരക്കാരുടെ കയ്യിൽ കൊടുത്തു വിടുക. പാഴ്സലിൽ എന്താണ് ഉള്ളതെന്ന് പോലും അറിയാതെയായിരിക്കും ഇവർ സ്വർണം കടത്തുക. ഇവർ ഈ സാധനങ്ങൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്നു. ഇത്തരം കേസുകളിൽ വിശദമായ അന്വേഷണം നടത്തിയാൽ പോലും കുറ്റവാളികളെ പിടികൂടാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിവരങ്ങൾ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.